എന്തായാലും ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ അപകടം സംഭവിച്ചത് ഇതാ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന്റെ, അതായത് വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ ദൃശ്യങ്ങൾ കണ്ട് വെളിപ്പെടുത്തുന്നത് അനുസരിച്ച് ആൽവിൻ ഈ റോഡിന്റെ നടുക്ക് നിന്നായിരുന്നു ചിത്രീകരിക്കുന്നത് അല്ലെ. രണ്ട് വാഹനങ്ങളുടെ ഈ നടുവിലായി നിൽക്കുന്ന രീതിയിൽ റോഡിന്റെ നടുവിൽ നിന്നായിരുന്നു ആൽവിന്റെ ഒരു ചിത്രീകരണം അല്ലെ, വീഡിയോ എടുക്കുന്നത്. അതെ, ഈ റോഡിലാണ് അപകടം നടന്നത്. ഈ റോഡിൽ രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് വരുന്നു. ഈ റോഡിൻ്റെ നടുവിൽ, ഡിവൈഡറിന് മുകളിലല്ല, നടുവിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ നടുവിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ അതിലൊരു വാഹനം വന്ന് ഇടിച്ച് ആൽവിൻ മുകളിലേക്ക് ഉയർന്നു പൊങ്ങി താഴെ വീഴുകയായിരുന്നു. നട്ടലിനാണ് പരിക്കേറ്റത്. അങ്ങനെ വീണ് കിടക്കുന്ന ആൽവിനെയാണ് ഹരിഹരൻ കണ്ടത്. അദ്ദേഹം വരുമ്പോഴത്തേക്ക് തന്നെ ഇവർ വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നേരെ കൊണ്ടുപോയത് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കാണ്. 7:30 അപകടം നടന്നു. 8:30, 9:30, 10:30, 11:30 4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഈ മരണം സംഭവിച്ചു ആൽവിൻ്റെ. അതാണ് ഉണ്ടായ കാര്യം. ഈ ബീച്ച് റോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാര്യമായ തിരക്കൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇത്രയൊന്നും തിരക്കുള്ള ഒരു സ്ഥലം അല്ല ഈ പകൽ സമയത്ത്. ഒരു 7 മണി 8 മണി വരെയൊക്കെ ബീച്ച് റോഡ് വാഹനങ്ങൾ തീരെ കുറവായിരിക്കും. അപ്പുറത്ത് ദേശീയപാതയുണ്ട്. ആ ദേശീയപാത ഉള്ളത് കൊണ്ട് തന്നെ കുറേ വാഹനങ്ങൾ ആ വഴിയിൽ പോകും. അതല്ലാത്ത വാഹനങ്ങൾ മാത്രമാണ് കുറച്ചൊക്കെ ഈ വഴിയിൽ വരിക. ആ സമയത്ത് ഒരു 7 മണി മുതൽ 8 മണി വരെ, അല്ലെങ്കിൽ 6 മണി മുതൽ 8 മണി വരെയുള്ള സമയം കാലിയായി കിടക്കുന്ന റോഡിലാണ് റീൽസ് ചിത്രീകരിക്കാൻ, ഒപ്പം തന്നെ മറ്റ് റേസിങ്, ചേസിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത്. എന്തായാലും അപകടം ഇവിടെ നടന്നു രാവിലെ 7:30. ഈ ചെരുപ്പ് കടയിലെ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. ഞങ്ങളത് റെക്കോർഡ് ചെയ്തിട്ടില്ല. അത് റെക്കോർഡ് ചെയ്യാതെ എന്തിനാണ് CCTV എന്ന ചോദ്യമുണ്ട്. പക്ഷേ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആളുകൾ, ഇവിടെ സമീപത്തുള്ള ആളുകൾ ഉൾപ്പെടെ അത് വീഡിയോ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇതാ ഈ BS7 എന്ന ചെരുപ്പ് കടയ്ക്ക് മുന്നിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഈ കടയിലെ CCTV ദൃശ്യങ്ങളിൽ അത് പതിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഈ അപകടത്തിൻ്റെ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ദൃശ്യങ്ങൾ ഇതാ ഈ CCTVയിലാണ് പതിഞ്ഞിരിക്കുന്നത്. അത് സംബന്ധിച്ച പോലീസിൻ്റെ വിശദമായ അന്വേഷണം ഈ അപകടം സംബന്ധിച്ച് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇതാ ഈ മുന്നിൽ തന്നെ 2 CCTV കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. പക്ഷെ അവർക്ക് എന്തോ നിർദ്ദേശമുണ്ട് എന്ന് തോന്നുന്നു, ആ ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കരുത്, ചാനലുകാർക്ക് കൊടുക്കരുത് എന്നുള്ള രീതിക്ക് നിർദ്ദേശമുള്ളത് കൊണ്ടായിരിക്കാം ആ ചെരുപ്പ് കടയിലുള്ളവർ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ സമ്മതം കാണിക്കുന്നില്ല.